മനോജ് കെ ജയൻ രണ്ടാമത് വിവാഹിതയായപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉർവശിയുടെ മേലുള്ള ആരാധന കൊണ്ട് പലർക്കും ആശയെ ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ പിന്നീട് കുഞ്ഞാറ്റയെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കി വളർത്തിയ ആശയോട് പ്രേക്ഷകർക്കെല്ലാവർക്കും സ്നേഹം മാത്രമായി മാറി. ഇപ്പോഴിതാ ആശ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ചിത്രം എല്ലാവരുടെയും പ്രിയപ്പെട്ട ചിത്രമായി മാറുന്നു. കുഞ്ഞാറ്റയും ആശയുടെ 2 മക്കളും കൂടി ചേർന്നിരിക്കുന്ന ഒരു ചിത്രമാണ് ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ഇന്ന് നവംബർ 14 ശിശുദിനം. ലോകത്തെല്ലാവരും ശിശുദിനം ആഘോഷിക്കുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇപ്പോൾ ഇത്തരം ചിത്രങ്ങൾ തന്നെയാണ്. നിരവധി താരങ്ങളാണ് അവരുടെ മക്കളുടെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് എത്തിയത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്ന് കൃത്യമായി പറയാനും സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരുടെ പ്രീതി തന്നെ പിടിച്ചുപറ്റിയ ഒരു താരം തന്നെയാണ് ഇപ്പോൾ ആശ എന്ന് പറയാം. സ്വന്തമായി ഇപ്പോൾ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ താരം പങ്കുവെക്കാറുണ്ട്. അതിലൂടെ തന്നെ ആരാധകരെല്ലാവരും ഏറ്റെടുക്കാറുമുണ്ട്. ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും പ്രത്യേകമായി തന്നെ പ്രേക്ഷകർ ആശയെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. മനോജ് കെ ജയൻ എവിടെ പോയാലും ഇപ്പോൾ ആശയെക്കുറിച്ച് പ്രേക്ഷകർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അത്രമേൽ എല്ലാവർക്കും പ്രിയങ്കരിയായി മാറിക്കഴിഞ്ഞു ആശ. ഇന്ന് മനോജ് കെ ജയൻ്റെ കുടുംബത്തിലെ തന്നെ ഒരു പ്രധാന അംഗമാണ്. എന്തിനു പറയുന്നു, മനോജ് കെ ജയൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് പോലും ആശയുടെ വിലാപം കണ്ടാണ് എല്ലാവർക്കും സങ്കടമായത്. വിദേശത്ത് നിന്ന് ആശയും മക്കളും എത്തിയപ്പോൾ വൈകിയിരുന്നുവെങ്കിലും മനോജ് കെ ജയനെ കണ്ടതും പിടിച്ചു നിൽക്കാനാകാതെ വിങ്ങിപ്പൊട്ടുന്ന ആശയായിരുന്നു അന്ന് എല്ലാവരും കണ്ടത്. അതുവരെ എല്ലാവരുടെ മനസ്സിലും ആശയെക്കുറിച്ചുണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവിടെ മാറിയത് എന്ന് പറയാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും ആശയുടെ പോസ്റ്റുകളൊക്കെ തന്നെയും കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആശയുടെ വാർത്തകൾ ഏറ്റെടുക്കുന്നുമുണ്ട്. ആശ തന്നെയാണ് കുഞ്ഞാറ്റയെ ഇത്രയും വളർത്തിയത്. ഇപ്പോൾ കുഞ്ഞാറ്റയും തൻ്റെ 2 മക്കളും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമെന്നും ആ സമയം താൻ ഇപ്പോഴും അംഗീകരിക്കുകയാണെന്നും വെളിപ്പെടുത്തുന്നു. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ചിത്രം എന്നുകൂടിയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. കാരണം ഓരോ തവണയും പ്രേക്ഷകർ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഇതുതന്നെയാണ് പറയുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു പോയ ചിത്രമാണിത്. ആശയോട് വളരെയധികം സ്നേഹം തോന്നുന്നു. ഈ കുട്ടികളെ അത്രമാത്രം സ്നേഹത്തിൽ വളർത്തിയത് തന്നെയാണ് ആശയ്ക്കും ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം. ആശ തന്നെയാണ് ഈ കുട്ടികളെ ഇത്രമാത്രം സ്നേഹത്തിൽ വളർത്തിയത്. ആശയുടെ സ്നേഹം കണ്ടാണ് ഈ കുട്ടികൾക്കും ആ സ്നേഹം വന്നത്. അത് പറഞ്ഞേ മതിയാകൂ. ഓരോ തവണയും ആശ അവർക്ക് സ്നേഹം നൽകുന്നത് കൊണ്ട് തന്നെ അവർക്കത് പരസ്പരം കൊടുക്കാനും പറ്റുന്നുണ്ട്. അതാണ് അവരുടെയും ശക്തി എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. 2 ബന്ധത്തിൽ ഉണ്ടാകുന്ന കുട്ടികളെ ഒരുപോലെ നോക്കാൻ നന്നായിട്ട് മനോജ് കെ ജയൻ ആകുന്നുണ്ടെങ്കിലും മനോജ് കെ ജയനേക്കാളും കുഞ്ഞാറ്റയോട് സ്നേഹം കാണിക്കുന്നത് ആശയാണെന്ന് പലപ്പോഴും പ്രേക്ഷകർക്ക് തോന്നിയിട്ടുണ്ട്. അത് പ്രേക്ഷകരോടൊക്കെ തന്നെയും പലപ്പോഴും സംസാരിച്ചിട്ടുമുണ്ട്. മനോജ് കെ ജയൻ എപ്പോഴും കുഞ്ഞാറ്റയുടെ ഒരു ഇഷ്ടമുണ്ടായിരിക്കും. കാരണം ഉർവശിയുമായി വേർപിരിഞ്ഞ സമയം മുതൽ തന്നെ കുഞ്ഞാറ്റയെ നോക്കുന്നതും എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നതും മനോജ് കെ ജയൻ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നും ഇവിടെ നിൽക്കണമെന്നും ഇന്ത്യയിൽ തന്നെ നിൽക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചത് കൊണ്ട് തന്നെ അമ്മയുടെ അടുത്തേക്ക് അവളെ പറഞ്ഞയച്ചതും ശരിക്കും പറഞ്ഞാൽ മനോജ് കെ ജയൻ തന്നെയാണ്. ഉർവശിയെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചതും ഉർവശിയോട് എങ്ങനെ പെരുമാറണമെന്നും ഉർവശിയെ എപ്പോഴും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചതും മനോജ് കെ ജയൻ തന്നെയാണ്. അതിന് ആശയ്ക്കും വലിയൊരു പങ്കുണ്ട്. ആശ കുഞ്ഞാറ്റയെ അതുതന്നെ പഠിപ്പിച്ചത് കൊണ്ടാണ് കുഞ്ഞാറ്റയ്ക്ക് അങ്ങനെ നിൽക്കാൻ സാധിക്കുന്നത്. എത്രമാത്രം എന്ന് പറഞ്ഞാലും ചിലപ്പോഴൊക്കെ തന്നെയും അമ്മയെ വെറുത്തേക്കാം. അല്ലെങ്കിൽ ഇങ്ങനൊരു സാഹചര്യത്തിൽ വളർന്ന കുട്ടിയായതുകൊണ്ട് ചിലപ്പോൾ അച്ഛൻ്റെ വാക്ക് വിശ്വസിച്ചു എന്ന് വന്നേക്കാം. പക്ഷെ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.